പാചകമല്ല, എന്നാൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും ആർടിഎക്സിൻ്റെ ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത്. വൈബ്രേഷൻ അല്ല. ഈ 2 വണ്ടിയുടെയും മൈലേജ് നോക്കാനാണെന്നുണ്ടെങ്കിൽ 2 വണ്ടിയുടെയും മൈലേജിൻ്റെ എനിക്ക് തോന്നുന്നത് ഹിമാലയൻ ആയിരിക്കും കുറച്ചും കൂടെ അപ്പർ ഹാൻഡ് എന്ന് കരുതി ആർടിഎക്സ് മോശമാണ് എന്നല്ല പറയുന്നത്. 2 വണ്ടിയും ആയിട്ട് ഈ 2 വണ്ടിയുടെയും മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ആർടിഎക്സ് എന്ന് പറഞ്ഞാൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്താ എല്ലാവർക്കും സുഖമല്ലേ? സോ ഇന്ന് നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് 2 വണ്ടിയും നമ്മുടെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് നമ്മൾ 2 വണ്ടിയും ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഏത് വണ്ടിയാണ് നല്ലത്, ആർക്കാണ് ഈ വണ്ടിയൊക്കെ സൂട്ടാവുന്നത് എന്നുള്ളതിനെ പറ്റി എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആർടിഎക്സ് ഇറങ്ങിയത് മൂലം എഡിവി മോട്ടോർ സൈക്കിൾ എടുക്കാൻ നിൽക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ നല്ല കൺഫ്യൂഷനിലായിരിക്കും. ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, ബ്രോ ആർടിഎക്സ് എൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ കണ്ടുകൊണ്ട് വിളിക്കുന്നതാണ്. എങ്ങനെയുണ്ട് ബ്രോ, ഞാൻ ആർടിഎക്സ് എടുക്കണോ, എഡിവി 390 എടുക്കണോ, അല്ലെങ്കിൽ ഹിമാലയൻ 450 എടുക്കണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുകയാണ്. സോ അതിനൊക്കെ ഒരു ആൻസർ ഞാൻ 2 വണ്ടിയും ഡീറ്റെയിൽ ആയിട്ട് ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ 2 വണ്ടിയുടെ ലുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ ഒരു കൺവെൻഷണൽ റോയൽ എൻഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു പഴയ 411 അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ മസ്കുലറായി, കുറച്ചും കൂടെ ബിഗ്ഗറായി വണ്ടി എന്നുള്ളതാണ് ആ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഹെവിയാണ് വണ്ടി. ആർടിഎക്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആർടിഎക്സും ഒരു ബിഗ് ബൈക്ക് ഫീലുണ്ട്. പക്ഷേ ഹിമാലയൻ എന്തോ ഒരു സൈസ് കൊണ്ട്, നീളം കൊണ്ട് ഹിമാലയൻ കുറച്ച് ബിഗ്ഗറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആർടിഎക്സിലോട്ട് വരുന്ന സമയത്ത് ആർടിഎക്സ് അത്ര വലിയൊരു ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയൊന്നും തന്നെയല്ല. അത്യാവശ്യം ഒരു എഡിവിക്ക് വേണ്ട ഒരു എക്സ്പൾസ് പോലെ വലിയ ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല. എന്നാൽ നോർമൽ ഒരു എഡിവി ഒക്കെ പോലെ തന്നെ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിമാലയൻ പോലെ അത്ര ഹെവി വെയിറ്റും കാര്യങ്ങളൊന്നും തന്നെയല്ല. 2 വണ്ടിക്ക് ഒരു ബിഗ് ബൈക്ക് ഫീൽ എന്തായാലും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എസ്പെഷ്യലി ആർടിഎക്സിന് വലിയൊരു അപ്രിസിയേഷൻ നമ്മൾ അർഹിക്കുന്നുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയൊക്കെ ഈ ടിവിഎസ് ഒപ്പിച്ച് വെച്ചില്ലേ. എനിക്ക് തോന്നുന്നു ഒരു ഈ ആർടിഎക്സ് 2,45,000 രൂപ ബേസ് വേരിയൻറ്റിനും ബിടിഒ വേരിയൻറ്റിനും 3,00,000 സംതിങ് എന്തോ റേഞ്ച് എന്തോ വരും. 3,00,000 മുകളിലോട്ട് എന്തോ പോകത്തൊന്നുമില്ല. ഹിമാലയൻ്റെ സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ഒറ്റ വേരിയൻ്റാണ് വരുന്നത്. അതിന് ഏകദേശം 380, 360 ആ ഒരു റേഞ്ചിലോളം എന്തായാലും വരും. സോ എഡിവിയെക്കാളുള്ളൊരു 10,50,000 രൂപ കുറവാണ്. 2 വണ്ടിയുടെയും എൻജിൻ പെർഫോമൻസ് കേപ്പബിലിറ്റി നോക്കാനാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി 2 വണ്ടിയും ഒരു രക്ഷയില്ലാത്ത ഹൈവേ ക്രൂസിങ് മോട്ടോർ സൈക്കിൾസാണ്. ഹിമാലയൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആ ഒരു എൻജിനകത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിമാലയൻ്റെ ആ ഒരു 95% ഓഫ് ടോർക്കും ഹിമാലയൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 3000 RPM-ലാണ്. അപ്പം പഴയ ആ ലോങ് സ്ട്രോക്ക് എൻജിൻ്റെ ആ ഒരു നേച്ചർ അതേപടി ഈ ഒരു എന്താ പറയണ്ടേ, സ്ക്വയർ ഷേപ്പിൽ വരുന്ന എൻജിൻ, പഴയതുപോലെ ലോങ് സ്ട്രോക്ക് അല്ല ഇപ്പം വരുന്നത്. ഇപ്പം ഒരു ഓവർ സ്ക്വയർ എൻജിനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നേച്ചർ പരമാവധി ഹിമാലയനിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഓഫ് റോഡൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ബെറ്റർ ആയിരിക്കും കമ്പയർ ടു ആർടിഎക്സ്. ആർടിഎക്സിൻ്റെ ആ ഒരു പ്രശ്നം ലോ എൻഡ് അത്ര കിടിലനൊന്നും അല്ല, എന്നാൽ മോശം എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു കുറച്ചും കൂടെ സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ട് സ്പോർട്സ് ബൈക്കിന് സൂട്ടാകുന്ന രീതിയിലുള്ളൊരു എൻജിനാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു എൻജിൻ വെച്ച് ഇനിയിപ്പോൾ ഒരു സ്പോർട്സ് ബൈക്കും നേക്കഡും ഒക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ. ഒരു യൂണിവേഴ്സൽ ടൈപ്പായിട്ട് എൻജിൻ സെറ്റ് ചെയ്ത് ഇറക്കിയതാണ് ആ ഒരു RTDX എന്ന് പറഞ്ഞ ആ ഒരു എൻജിൻ. സോ 2 വണ്ടിയും ഹൈവേയിൽ ഒക്കെ പക്കാണ്. 2 വണ്ടിയും 100+ കിലോമീറ്റർ ആൾ ഡേ ലോങ് നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ സാധിക്കും. ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ RTX ആണ് കുറച്ചും കൂടെ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത്. അതിൻ്റെ ആ ഒരു ടെക്നോളജി, അതായത് ഓയിൽ പ്ലസ് വാട്ടർ എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞ ആ ഒരു ഓയിൽ ഡുവൽ ജാക്കറ്റ് കൂളിങ്ങും ഡുവൽ ഓയിൽ പമ്പും ഡുവൽ ബ്രീത്തർ പമ്പും ഒക്കെ ആ ഒരു എൻജിനെ കൂളായിട്ട് നിർത്താൻ, പെർഫോമൻസ് ഡ്രോപ്പ് ഇല്ലാതെ കൂളായിട്ട് നിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എൻജിനാണ് പുതിയ ഈ ഒരു RTDX. ഹിമാലയയിട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ഹീറ്റായിട്ട് ഫീൽ ചെയ്യും. സ്വാഭാവികമായിട്ട് ആ ഒരു 450cc 40 bhp 40 Nm ടോർക്കൊക്കെ വരുന്ന ഒരു എൻജിന് തോന്നുന്ന നിലയ്ക്ക് അത്യാവശ്യം ഒരു ഹീറ്റിങ് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. നമുക്ക് KTM പോലെ അത്ര ഭീകര ഹീറ്റിംഗ് ഒന്നും വരത്തില്ല. ബട്ട് കാലിലോട്ടൊക്കെ വെച്ചാൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ എന്തായാലും അടിക്കും. റിഫൈൻമെൻറ്റ് നോക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ റിഫൈൻഡ് ആയിട്ട് ഫീൽ ചെയ്തത്, അതൊരു കോൺട്രവേഴ്ഷ്യലാണ്, രണ്ടും ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ്. ബട്ട് എനിക്ക് ഹിമാലയനിലാണ് കുറച്ചും കൂടെ ബെറ്റർ ഒരു റിഫൈൻഡ് ഫീല് കിട്ടിയത്. അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. 2 വണ്ടിയും ഏകദേശം ഒരേപോലൊക്കെ തന്നെ 2 വണ്ടിയും മോസ്റ്റ് റിഫൈൻഡ് എൻജിൻസ് ഒന്നും ആയിട്ടൊന്നും പറയാൻ സാധിക്കത്തില്ല, നമ്മുടെ ഹോണ്ടയൊക്കെ പോലെ അല്ലെങ്കിൽ യമഹയൊക്കെ പോലെ. എന്നിരുന്നാലും കമ്പയർ ടു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഹിമാലയനാണ് കുറച്ചും കൂടെ റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ബെറ്ററായിട്ട് തോന്നിയത്. വൈബ്രേഷൻസ്
ആർടിഎക്സിന് ഒരു ബസ്സിനെസ് ഫീലുണ്ട്. അത് എല്ലാവരും പറയുന്നത് സിംഗിൾ സിലിണ്ടർ ആയതുകൊണ്ട്. ഹിമാലയന് സിംഗിൾ സിലിണ്ടർ അല്ലേ. സിംഗിൾ സിലിണ്ടറിൽ വൈബ്രേഷൻ ഇല്ലാത്ത എത്രയോ വണ്ടികളുണ്ട്. ഒരു വൈബ്രേഷൻ വന്നു കഴിയുമ്പോൾ ന്യായീകരിക്കാൻ ആയിട്ട് നമ്മൾ നിൽക്കാൻ പാടില്ല. ബട്ട് ഒരു അരോചകമായിട്ടുള്ള വൈബ്രേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അരോചകമല്ല, എന്നാൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും ആർടിഎക്സിൻ്റെ ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത്. വൈബ്രേഷൻ അല്ല, ഒരു ഒരു എരപ്പ്, എന്തോ ഒരു മിക്സിയിൽ കയ്യിൽ നമ്മൾ വെക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത്രയ്ക്ക് വൈബ്രേഷനൊന്നുമല്ല, ആ ഒരു രീതിയിലുള്ള ഒരു എരപ്പാണ്. പഴയ റോയൽ എൻഫീൽഡിലൊക്കെ കാണുന്ന പോലുള്ള ഡുക് ഡുക് ഇടിപ്പൊന്നുമല്ല, തരിപ്പല്ല. സോ അതാണ് എൻജിൻ ക്യാരക്ടറിൻ്റെ ബേസിൽ. തീർച്ചയായിട്ടും പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആർടിഎക്സിൻ്റെ ഈ ഒരു എൻജിൻ ഒരു മാരക സംഭവം തന്നെയല്ലേ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഏകദേശം 3,80,000 രൂപ വില വരുന്ന എൻജിനോടൊപ്പം ഏകദേശം സെയിം സ്പെക്ക് സെയിം പവറിൽ ഈ 2,40,000 രൂപയ്ക്ക് ഒരു വണ്ടി തരുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് ടി വി എസ് എന്തൊക്കെ പ്രൈസ് കൂട്ടുന്നിടം വരെ ടി വി എസിന് അതിന് അർഹത, കൈയടിക്കാനുള്ള അർഹത എന്തായാലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ രണ്ട് വണ്ടിയുടെ മൈലേജ് നോക്കാനാണെന്നുണ്ടെങ്കിൽ, രണ്ട് വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, ഒരു ഏകദേശം ക്ലോസ്ഡ് ലെവലിൽ നിൽക്കുകയാണ്. ആർടിഎക്സ് ഒരു 34 വരെയൊക്കെ കിട്ടാമെങ്കിൽ ഹിമാലയൻ ഒരു 32 പറയുന്നത് അല്പം കൂടിപ്പോവും. ഒരു 30 വരെയൊക്കെ മാക്സിമം ഹിമാലയന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹൈവേയിൽ എത്രത്തോളം കിട്ടുമെന്ന് ലോങ് ടൈമിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കംഫർട്ടിൻ്റെ കാര്യം, ഹാൻഡിലിങ്ങിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ, ഹാൻഡിലിങ്ങും കംഫർട്ടും രണ്ട് വണ്ടിയും ഒരേപോലെ പൊളിയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം രണ്ട് വണ്ടിയുടെ പില്ലിയനും അതുപോലെ തന്നെ റൈഡറിൻ്റെ സീറ്റും ഏകദേശം ഒരേ ഷേപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു രണ്ട് വണ്ടിക്കും അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് ഹിമാലയനായിരിക്കും കുറച്ചും കൂടെ അപ്പർ ഹാൻഡ് എന്ന് കരുതി ആർടിഎക്സ് മോശമാണ് എന്നല്ല പറയുന്നത്. രണ്ട് വണ്ടിയും എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ രണ്ട് വണ്ടി തന്നിട്ട് നല്ല ലോങ് അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് വണ്ടിയും എനിക്ക് ഏത് തന്നാലും എനിക്ക് വിഷയമില്ല. അതുപോലത്തെ ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ ഹിമാലയൻ്റെയും ആർടിഎക്സിൻ്റെയും ആ ഒരു റൈഡിങ് കംഫർട്ടും റൈഡിങ് പൊസിഷൻ്റെയും കാര്യത്തിൽ. ഹിമാലയൻ സ്ലൈറ്റ് കുറച്ചും കൂടെ ഓഫ് റോഡിങ്ങിന് മുൻതൂക്കം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ്. അതായത് നിന്ന് ഓടിക്കാനൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ആർടിഎക്സിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഹാൻഡിൽ ബാർ റൈസർ ഉണ്ടെങ്കിൽ നിന്ന് ഓടിക്കാൻ വലിയ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു സെറ്റപ്പാണ്. ഇനിയിപ്പം രണ്ട് വണ്ടിയുടെ ലുക്ക് നോക്കുന്ന സമയത്ത് ആർടിഎക്സ് കുറച്ചും കൂടെ ഒരു മിനി ട്രയംഫ് ടൈഗർ, അതുപോലെ തന്നെ ആഫ്രിക്ക ട്വിന്ന്, ആ ഒരു ലെവലിലോളം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു റിസംബ്ലൻസ് ആണ്. പക്ഷേ ഹിമാലയയോട് വരുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു യുണീക്ക് ഉണ്ട്. അതായത് അവരുടെ തന്നെ പോപ്പുലറായിട്ടുള്ള ഹിമാലയൻ 411 ഒരു കടമെടുത്തൊരു ഡിസൈനായിട്ടാണ് എനിക്ക് ആ ഒരു ഡിസൈനെ തോന്നിയത്. വലിയ വേറെ ബ്രാൻഡുമായിട്ടൊന്നും താരതമ്യം ചെയ്യാനായിട്ടൊന്നും തോന്നുന്നില്ല. ഇതൊരു യുണീക്ക് സംഭവം, അതേ ഉള്ളൂ. ആർടിഎക്സിലോട്ട് വരുമ്പം ഒരു പൊളി സാധനം, ഒരു ഒരു സൂപ്പർ ബൈക്ക് ഫീല് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാൻ പറ്റും. പിന്നെ ഹിമാലയൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബിഗ് ഹിറ്റ് തന്നെ ആയിരുന്നു 411. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡിസൈൻ വെച്ചുകൊണ്ട് തന്നെ ഏകദേശം അതേ ഒരു ലെവലിൽ അവർ ഈ 450 ഇറക്കിയത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫീച്ചറിൻ്റെ കാര്യം എടുത്ത് നോക്കാനാണെങ്കിൽ, ഫീച്ചറിൻ്റെ കാര്യത്തിൽ ആർടിഎക്സുമായിട്ട് ഹിമാലയന് മുട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ബേസ് വേരിയൻറ്റിൽ തന്നെ കിക്ക് ഷിഫ്റ്റർ, അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ സംഭവങ്ങളെല്ലാം തന്നെ ആർടിഎക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പരിധി വരെയുള്ള എല്ലാ ഫീച്ചറും റോയൽ എൻഫീൽഡിലും വരുന്നുണ്ട്. റോയൽ എൻഫീൽഡിൽ TFT ഡിസ്പ്ലേ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ നാവിഗേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റോയൽ എൻഫീൽഡിലും. റോയൽ എൻഫീൽഡിൽ ബേസിക്കിൽ തന്നെ നാവിഗേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, റൈഡിങ് മോഡ്സും കാര്യങ്ങളൊക്കെ. സ്ലിപ്പർ ക്ലച്ച് കാര്യങ്ങൾ, റൈഡ് ബൈ വയറൊക്കെ റോയൽ എൻഫീൽഡിലുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടുതലുള്ളത് നമ്മുടെ ആർടിഎക്സിലാണ് എന്നുള്ള കാര്യം മാത്രമാണ്. പിന്നെ പ്രൈസ് റേഞ്ച് വെച്ച് പോകുന്ന സമയത്ത് പറയണ്ടല്ലോ, വേറെ ലെവലിലോട്ട് തന്നെ പോകും എന്തായാലും ആർടിഎക്സിൻ്റെ ആ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. സസ്പെൻഷൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ, സസ്പെൻഷൻ്റെ ക്വാളിറ്റി അതിൽ ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഹിമാലയൻ്റെ സസ്പെൻഷൻ ക്വാളിറ്റി, പെർഫോമൻസ് ഓൺ ബാഡ് റോഡ്സ് ഓർ ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ആർടിഎക്സ് മോശമായിട്ടല്ല, ഹിമാലയൻ വേറെ ലെവലാണ്. അതിൻ്റെ ഒരു ഫ്ലഷ്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു പ്ലേയും ആ റീബൗണ്ടും ഒക്കെ വേറെ ലെവലിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് അതിനായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുക കുറച്ചെങ്കിലും നമ്മുടെ എക്സ്പൾസിനൊക്കെ ആയിരിക്കണം. എക്സ്പൾസും ഹിമാലയനുമാണ് പണ്ട് തൊട്ടേ വേറെ ലെവലിൽ നിൽക്കുന്നത്. ആർടിഎക്സ് മോശമൊന്നും തന്നെ അല്ല. ആർടിഎക്സ് കൊണ്ട് ഏത് മലയും കയറാം. കമ്പയർ ടു ദീസ് ടു ഹിമാലയൻ ഈസ് ദ ബെസ്റ്റ്.
എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി അടുത്തതായിട്ട് ഈ 2 വണ്ടിയുടെയും മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കാനാണെന്നുണ്ടെങ്കിൽ RTX എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, ഹിമാലയനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു മെയിൻ്റനൻസ് ആണ്. മറ്റേത് 450cc, ഇത് 300cc. പക്ഷേ അതിൻ്റെ ഓയിലിനെക്കാളും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓയിലാണ് RTXന് TVS ഉപയോഗിക്കുന്നത്. 5W30 എന്ന് പറഞ്ഞ ഒരു ഗ്രേഡാണ് BMW G310ലും കാറിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വളരെ തിന്നായിട്ടുള്ളൊരു ഓയിലാണ് ഈ ഒരു RTXൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഓയിലിന് മാത്രം 1.5 ലിറ്റർ ഓയിലിന് മാത്രം 1800 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഓയിൽ മാത്രമാണ്. പെയ്ഡ് സർവീസൊക്കെ വരുമ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു സർവീസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുക. ഹിമാലയനിലോട്ട് വരുന്ന സമയത്ത് ഒരു 3000 ആ റേഞ്ചിലൊക്കെ മൊത്തത്തിലൊരു സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് താഴെ നിർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഹിമാലയൻ്റെ ബ്രേക്ക് പാഡ്സിന് നല്ല റേറ്റുണ്ട്. ഏകദേശം ഒരു 3000 രൂപ ആ റേഞ്ചിലൊക്കെയാണ് ബാക്കിലത്തെ ബ്രേക്ക് പാഡ്. അതിപ്പം കുറച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. കൺഫേം അല്ല. കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. കുറച്ചിട്ടുണ്ടെങ്കിൽ ഹിമാലയൻ കുറച്ചും കൂടി ചീപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. മെയിൻ്റനൻസ് ഏകദേശം ഒരേ ലെവലിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ സർവീസ് നെറ്റ്വർക്കിങ്ങും കാര്യങ്ങളൊക്കെ റോയൽ എൻഫീൽഡിനാണ് കൂടുതൽ. എവിടെ കൊണ്ട് ചെന്നാലും റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 450 ഒക്കെ സർവീസ് ചെയ്ത് തരും. ഇന്ന പ്രീമിയം ഷോറൂമൊന്നും വേണമെന്നൊന്നുമില്ല. എല്ലായിടവും എടുക്കും ഹിമാലയൻ 450. റോയൽ എൻഫീൽഡ് അങ്ങനെ പ്രീമിയം ഷോറൂമൊന്നും ആയിട്ടില്ല. അവരുടെ ഏത് മോഡൽ ഇറങ്ങിയാലും എല്ലാ ഷോറൂമിലും സർവീസ് ചെയ്ത് കിട്ടും. പിന്നെ റിലയബിലിറ്റിയുടെ കാര്യത്തിലാണ് ഒരു ഇത്. ഹിമാലയൻ ആദ്യം ഇറങ്ങിയ സമയത്ത് ഹെഡിൻ്റെ ഭാഗത്തു നിന്നുള്ള നോയ്സും കാര്യങ്ങളൊക്കെ കേട്ടു. ഈ RTX വന്നപ്പോഴും ഓയിൽ ലീക്കേജസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടു. രണ്ടും പുതിയ ബ്രാൻഡ് ന്യൂ ഡെവലപ്പ് ചെയ്ത എഞ്ചിനാണ്. അത് എങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, ക്വൈറ്റ് നാച്ചുറലാണ്. അതൊക്കെ ഫൈൻ ട്യൂൺ ചെയ്ത് കാലക്രമേണ അവർ ഇറക്കും. അന്ന് കേട്ട അത്രയും കംപ്ലയിൻറ്റ് എന്തായാലും ഇന്ന് ഹിമാലയന് കേൾക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അന്ന് എംജിന് ഷിം നോയ്സ് എന്നൊക്കെ പറഞ്ഞ് വന്ന സംഭവങ്ങളൊന്നും ഇന്ന് കേൾക്കുന്നില്ല. അത് കുറേയൊക്കെ പരിഹരിച്ചു. RTXന് ഓയിൽ ലീക്കേജ് എന്ന് പറഞ്ഞ വണ്ടികളെല്ലാം അവർ തിരിച്ച് വിളിച്ച് റെഡിയാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇനി വരുന്ന വണ്ടികൾ 3 മാസം വെയിറ്റിംഗ് പീരീഡാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ആ 3 മാസം കൊണ്ട് അവർ ആ ഒരു പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും ബെറ്റർ ആക്കും. കാര്യം ഹ്യൂജ് ബുക്കിംഗ് ആണ് RTXന് വന്നേക്കുന്നത്. ഇപ്പം പൈസ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് ADV 390 ഒക്കെ 5,20,000 രൂപയ്ക്കൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സിംഗിൾ സിലിണ്ടറിന് എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. പക്ഷേ സെൻസ് ഇല്ലാത്തൊരു ഡീല് തന്നെയാണ്. വണ്ടി നല്ലതാണെങ്കിലും. പക്ഷെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം RTX ഒരു പകുതി വിലയ്ക്ക് ഏകദേശം അതേ കാര്യങ്ങളൊക്കെ ചെയ്യുകയെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുക്കിംഗ് വളരെയധികം കൂടി നിൽക്കുകയാണ്. കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ക്വാളിറ്റി കുറയാതിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. തീർച്ചയായിട്ടും ഇനി ഈ 2 വണ്ടികളൊക്കെ ആര് വാങ്ങണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം സെയിം ആവശ്യങ്ങളും സെയിം ഏകദേശം റിക്വയർമെൻറ്റും ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ വണ്ടിയിലോട്ടൊക്കെ വരുന്നത് കേട്ടോ. കാര്യം 2 വണ്ടിയും ഹൈവേയിൽ 120+ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ കൽപ്പുള്ള 2 വണ്ടികളുമാണ്, കംഫർട്ടിൻ്റെ കാര്യത്തിലും എൻജിൻ്റെ കേപ്പബിലിറ്റിയുടെ കാര്യത്തിലും. അപ്പോൾ ഹിമാലയൻ ആരൊക്കെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, RTXൻ്റെ ബേസ് വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹിമാലയനിലോട്ട് വീണ്ടും 1,20,000 കൂടുതൽ കൊടുത്ത് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ട്രാവൽ എന്തൂസിയാസ്റ്റ്, നിങ്ങൾ കംഫർട്ടിന് പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഹാർഡ് കോർ ഓഫ് റോഡൊന്നും ചെയ്യാത്തൊരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ, ഹാർഡ് കോർ ഓഫ് റോഡ് ഈ 2 വണ്ടിയുടെയും കാര്യത്തിൽ മൈൻഡ് അനുസരിച്ചിരിക്കും. തീർച്ചയായിട്ടും 2 വണ്ടിയും മൈൻഡുള്ള ആൾക്കാർക്ക് ഏത് ഉറുമ്പിക്കര വേണേലും കയറ്റാം. നിങ്ങളൊരു ട്രാവലിങ്ങും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ RTX എടുത്താൽ മതി. ഹിമാലയനിലോട്ട് പോകണ്ട. ആ ഈ 1,20,000 രൂപ നിങ്ങൾക്ക് ലാഭം തന്നെയാണ്. ഏകദേശം ഹിമാലയൻ്റെ അതേ പെർഫോമൻസ് തന്നെ നമ്മുടെ RTXന് കിട്ടും. രണ്ടും 2 ടേസ്റ്റാണ്, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾ ഹിമാലയൻ്റെ കട്ട ഫാൻ ബോയ് ആണ്. ഹിമാലയന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് സർവീസ് നെറ്റ്വർക്കൊക്കെ ബെറ്ററായിട്ട് ഹിമാലയന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും RTXനകത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ബിഗ് പ്രീമിയം ഫീല് നമ്മുടെ ഹിമാലയനിലാണ് എനിക്ക് തോന്നിയത്. അതായത് ആ ഒരു ടാങ്കിൻ്റെ ഡിസൈൻ ആണെങ്കിലും വലിയ വീൽ ബേസ് ആണെങ്കിലും സസ്പെൻഷൻ്റെ ക്വാളിറ്റിയൊക്കെ ഹിമാലയനാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത്. തീർച്ചയായിട്ടും ഹിമാലയൻ പണ്ട് തൊട്ട് എടുക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഹിമാലയൻ DNA, ഹിമാലയൻ ലെഗസി ഓൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, 1,20,000 രൂപ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് നഷ്ടമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് എന്നിരുന്നാലും RTXൻ്റെ ഒരു വില നമ്മൾ ആലോചിക്കുമ്പം ഒരു ഫാൻ ബോയിസം
റോയൽ എൻഫീൽഡിൻ്റെ ഒരു ആർ ഇ ഫാൻ ബോയ് അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിനൊരു ചിലപ്പോൾ ഒരു വിങ്ങൽ വരാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം ആർട്ടിക്സ് അമ്മാതിരി വിലയ്ക്കാണ് കൊണ്ടിട്ടേക്കുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കൺഫ്യൂഷൻ കൂടി കാണും. സത്യം പറഞ്ഞാൽ ഞാനും നല്ല കൺഫ്യൂഷനിലാണ്. പക്ഷേ എനിക്ക് എൻ്റെ ആയിട്ടുള്ളൊരു ഉത്തരവുണ്ട്. തീർച്ചയായിട്ടും 2 വണ്ടിയും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. 2 വണ്ടിയുടെയും നേച്ചറും 2 വണ്ടിയുടെയും ഒരു കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും ഈ വീഡിയോയിൽ പറഞ്ഞത്. അല്ലാതെ ഏത് വണ്ടി എടുക്കണമെന്ന് മാത്രം പറയാൻ വേണ്ടി എടുത്തൊരു വീഡിയോ അല്ല. തീർച്ചയായിട്ടും 2 വണ്ടിയുടെയും പോസിറ്റീവും നെഗറ്റീവും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഓടിച്ചതിൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത് RTX ആണ്. ഹിമാലയന് ചെയ്യാൻ പറ്റുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ RTXലും ചെയ്യാൻ പറ്റും. പക്ഷേ RTX എല്ലായിടവും സർവീസ് ചെയ്യാനും എല്ലായിടവും അവൈലബിളും അല്ല വണ്ടി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹിമാലയൻ എവിടെ കൊണ്ടുവന്നിരുന്നാലും സർവീസ് ചെയ്യാനും കിട്ടും. സ്പെയർ പാർട്സിനൊന്നും ഒരു വിഷയവും ഇല്ല. പിന്നെ കുറച്ച് സ്ലൈറ്റ് പവർഫുള്ളാണ് ഹിമാലയൻ 450 എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ബെറ്ററായിട്ടുള്ള ഒരു ക്രൂയിസിങ് സ്പീഡും കുറച്ചും കൂടെ പവറും ഹിമാലയനുണ്ട്. പിന്നെ സസ്പെൻഷൻ്റെ ക്വാളിറ്റിയും ഹിമാലയനെ വേറിട്ട് നിർത്തുന്നു. 200 mm ആണ്. കുറച്ചും കൂടെ ഓഫ് റോഡ് പ്രൊഫഷണൽ ആണെങ്കിൽ ഹിമാലയൻ ബെറ്റർ ആയിരിക്കും. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.